ഇനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഗീ റൈസിന്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ആദ്യം നമുക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. തക്കാളി, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇത്രയും നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക. ഇനി കടായി ചൂടാകുമ്പോൾ എണ്ണയൊഴിച്ച് ജീരകം, പട്ട, ചെറുതായിട്ടരിഞ്ഞ സവാള എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുക. അതിനുശേഷം പൊടികളെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ ഒന്ന് തുറന്ന് അധികം പുളിയില്ലാത്ത തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വയ്ക്കുക, കുക്ക് ചെയ്തെടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർത്ത് പൊട്ടിപ്പോകാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. പാത്രം അടച്ചു വെച്ച് കുറച്ചു നേരം കുക്ക് ചെയ്യുക. അവസാനം കസൂരി മേത്തി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. പിന്നെ മല്ലിയിലയും കൂടെ തൂവി എടുത്തു കഴിഞ്ഞാൽ കറി റെഡിയാണ്. ഇനി ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദേറിയ എഗ് മസാല റെഡിയാണ്. അപ്പോൾ എൻജോയ്.